സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, പ്രിയമുള്ള കുട്ടികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും ആദ്യം സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണഗതിയിൽ മനുഷ്യരുടെ പൊതുവായ ഒരു ധാരണ, ഇസ്ലാം എന്ന് പറയുന്നത് ചില ആരാധനകളെക്കുറിച്ചും ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന ഒരു മതമാണ്, ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന ചില ആരാധനകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച കർമ്മങ്ങളെക്കുറിച്ചും മാത്രമല്ല, തനി ഭൗതികം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പോലും കൃത്യമായ കാഴ്ചപ്പാടും നിലപാടുകളും നിർദ്ദേശങ്ങളും അതിൻ്റെ വക്താക്കൾക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇന്ന് മെയ് 1-ാം തീയതിയാണ്. മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്ന ഒരു ദിവസം കൂടിയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമായി ലോകം മുഴുവൻ ആചരിക്കുന്ന ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നത്. അധ്വാനിക്കേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ചും തൊഴിലാളികളോട് സ്വീകരിക്കേണ്ടുന്ന സമീപനത്തെക്കുറിച്ചും ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ തേടിക്കൊണ്ട് യാത്ര ചെയ്യുവാനും അങ്ങനെ തൊഴിൽ കരസ്ഥമാക്കി സമ്പാദിക്കുവാനും ആ സമ്പാദ്യത്തിൻ്റെ ബലത്തിൽ വിഭവങ്ങൾ സ്വന്തമാക്കാനും പറ്റുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുക എന്ന് പറയുന്നത്, പണിയെടുക്കുക എന്ന് പറയുന്നത് അത് കേവലമായ ഒരു ഉപജീവന മാർഗം മാത്രമല്ല, അതൊരു വലിയ പുണ്യകർമ്മം കൂടിയാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അവനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതിനു ശേഷം فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله, നിങ്ങൾ നിങ്ങളുടേതായ ഏർപ്പാടുകളിലേക്ക്, അധ്വാന പരിശ്രമങ്ങളിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, ജോലികളിലേക്ക് നിങ്ങൾ പിരിഞ്ഞു പോകണം, ഏർപ്പെടണം എന്നൊക്കെ പറഞ്ഞത് അതൊരു പുണ്യകരമായ ഇബാദത്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അധ്വാനിച്ചുകൊണ്ടും പണിയെടുത്തുകൊണ്ടും സാമ്പത്തിക ശേഷിയുള്ളവരാകാനും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പത്തിക സംവിധാനങ്ങൾ അത് അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ചെലവഴിക്കണം എന്നുമാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പാരമ്പര്യവും അങ്ങനെ തന്നെയായിരുന്നു. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പല ജോലികളും, ആശാരിപ്പണി ഉൾപ്പെടെ നമ്മൾ പറയാറുണ്ടല്ലോ, മരപ്പണി ഉൾപ്പെടെ, കൽപ്പണി ഉൾപ്പെടെ, ഇരുമ്പിനോടുള്ള പണി ഉൾപ്പെടെ, അങ്ങനെ പല പണികളിലും ഏർപ്പെട്ടുകൊണ്ട് ഉപജീവനം നയിച്ചവരായിരുന്നു പ്രവാചകന്മാരെന്ന് പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യൻ അവന്റെ കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കുക, അമൽ ചെയ്യുക, തൊഴിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പടച്ച റബ്ബിനുള്ള ഒരു ഇബാദത്താണ്, റബ്ബിനുള്ള വഴിപ്പെടലിന്റെ ഭാഗമാണെന്നുള്ളതാണ്. ഒരു ദിവസം മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഇരിക്കുകയാണ്. ഈ സമയം ഒരു മനുഷ്യൻ വളരെ ധൃതി പിടിച്ചുകൊണ്ട് അയാളുടെ കൃഷിസ്ഥലത്തേക്കാണ് പോകുന്നത്. കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി ധൃതി പിടിച്ചു പോവുകയാണ്. ഈ സമയം സ്വഹാബികൾ റസൂലിനോട് പറയുന്ന ഒരു വർത്തമാനം, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ആ മനുഷ്യൻ പോകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ
യുദ്ധം ചെയ്യാനും സമരം ചെയ്യാനും പടപൊരുതാനും ഒക്കെയാണെങ്കിൽ അതത്ര നന്നാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചവരോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം ആ മനുഷ്യൻ പോകുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ജനങ്ങളുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ജീവിക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ, അയാളുടെ കൃഷിസ്ഥലത്തേക്ക് സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കാനാണ് പോകുന്നതെങ്കിൽ അത് ആരാധനയാണ്, അത് ഇബാദത്താണ്, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമുക്കത് ചിന്തിക്കാൻ കഴിയോ? പാടത്ത് പണിയെടുക്കുന്ന, കടയിൽ ജോലി ചെയ്യുന്ന, ശമ്പളത്തിന് ജോലി ചെയ്യുന്ന, അങ്ങനെ അധ്വാനിക്കുന്ന ആളുകളെ കുറിച്ച് കൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആ അധ്വാനിക്കുന്നതും പണിയെടുക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ് എന്ന് വിശദീകരിക്കുകയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. തന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി, തന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇങ്ങനെ മറ്റു ജീവിത ചെലവുകൾ അതിനുവേണ്ടി സമ്പാദിക്കാനാണ് അയാൾ പോകുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിക മാർഗത്തിൽ ധർമ്മസമരത്തിൽ പോകുന്നവന്റെ പ്രതിഫലമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, അധ്വാനിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങുന്ന ആളെ കുറിച്ച് പറയുന്നത് അവന്റെ നിയ്യത്ത് കൃത്യമാണെങ്കിൽ എന്റെ മാതാപിതാക്കളെ, എന്റെ കുട്ടികളെ, എന്റെ ഇണയെ സംരക്ഷിക്കണം, അവരെ നോക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പുറപ്പെടുന്നതെങ്കിൽ, അത് ഏത് ജോലിയുമാകട്ടെ, ഒരു കൃഷിക്കാരൻ അവന്റെ കൃഷിസ്ഥലത്തേക്ക് പുറപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമരത്തിലേർപ്പെടുന്നവന് തുല്യമായ പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. ഈ അധ്വാനത്തിനും ജോലിക്കും ഒക്കെ അള്ളാഹു ഒരു ദീനുൽ ഇസ്ലാം എത്ര പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന്. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഇത് ദീനി വിഷയമല്ല, അല്ലേ? നമ്മൾ കഴിഞ്ഞ മുമ്പൊരു ഖുതുബയിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില ആരാധനകളെ കുറിച്ചും ചില അനുഷ്ഠാനങ്ങളെ കുറിച്ചും പറയുന്ന ഒരു സിസ്റ്റമാണെന്നാണ്. അല്ല, ഭൗതികമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പോലും എത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം മനുഷ്യർക്ക് ഉത്ബോധനങ്ങൾ കൊടുക്കുന്നത്, പ്രോത്സാഹനങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 360 വചനങ്ങളിൽ അമലിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. അമൽ എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക, അധ്വാനിക്കുക. വിശുദ്ധ ഖുർആനിലെ 360 സ്ഥലങ്ങളിൽ, വചനങ്ങളിൽ അമലിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. അതേ അർത്ഥത്തിലുള്ള മറ്റൊരു വാക്കാണ് ഫിഅല് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് 109 ആയത്തുകളിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മനുഷ്യന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തൊഴിൽ ദിനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം അലസന്മാരായി, മടിയന്മാരായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാഹ് ഹലാലാക്കിയ എന്തെങ്കിലൊക്കെ പണിയെടുത്ത് നിങ്ങൾ ജീവിക്കാം, വെറുതെ ഇരിക്കാൻ പാടില്ല എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് പള്ളിയിൽ വന്ന് വെറുതെ ഇരിക്കുന്ന ആളുകളെ ആട്ടിയോടിച്ചൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ആ പള്ളിയിൽ വന്നിട്ട് വെറുതെ ചടഞ്ഞിരിക്കുന്ന, ഒരു പണിക്കും പോകാത്ത കുറെ മടിയന്മാരായ ആളുകൾ, അധ്വാനിക്കാത്ത മനുഷ്യന്മാർ, അത്തരം ആളുകളോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും ഒന്നും മഴയായിട്ട് പെയ്യൂല, നിങ്ങൾക്കറിയൂലേ? പോയിട്ട് അധ്വാനിക്ക്. വെറുതെ പറയാൻ, നിങ്ങളിങ്ങനെ വന്നിരുന്നാൽ ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയൊന്നും മഴയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരൂല, അതുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് പണിയെടുത്ത് ജീവിക്കാനെന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ കാട്ടിപ്പായിച്ചതായിട്ടൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ജീവിക്കാനുള്ള ജീവിത വിഭവം ഭൂമി ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഭയപ്പാട് നമുക്കതിൽ ഉണ്ടാകേണ്ടതില്ല. ഇത് തികയോ, കിട്ടൂലെ, ഇല്ലാണ്ടാകോ, ഒരു ബേജാറും നമുക്ക് വേണ്ട. ഭൂമി ലോകത്ത് പടച്ച റബ്ബ് ലോകത്തിന്റെ ആരംഭം മുതൽ ഖിയാമത്ത് നാൾ വരെ
എത്ര എത്ര മനുഷ്യന്മാരെ സൃഷ്ടിച്ചു വിടുന്നുണ്ടോ, ജീവജാലങ്ങളെ പടച്ചു വിടുന്നുണ്ടോ. ആ സൃഷ്ടികൾക്കൊക്കെയും ജീവിക്കാനുള്ള ജീവിത വിഭവങ്ങൾ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ വർത്തമാനം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള ജീവിത വിഭവത്തെ അധ്വാനത്തിലൂടെ കണ്ടെത്തുക എന്ന നമ്മുടെ ഉത്തരവാദിത്വം. വെറുതെ ഇരുന്നാൽ അത് ഇങ്ങോട്ട് വരില്ല. വെറുതെ നമ്മുടെ വീട്ടിൽ വാതിലടച്ചിരുന്നിട്ട് അള്ള ചോറ് തരുമെന്ന് പറഞ്ഞാൽ അള്ള ചോറ് തരുമൊന്നുമില്ല. പിന്നെ നമുക്ക് നൽകിയ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി, സമയത്തെ ഉപയോഗപ്പെടുത്തി, നമ്മുടെ ചിന്തകളെയും കഴിവുകളെയും ഉപയോഗപ്പെടുത്തി എനിക്കും നിങ്ങൾക്കും പടച്ചിറപ്പ് ഈ ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുള്ള വിഭവങ്ങളെ കണ്ടെത്തുക, അധ്വാനിക്കുക, പണിയെടുക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ സാധാരണ പറയാൻ ഡയലോഗ് ഉണ്ടല്ലോ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആള് അവിടുത്തെ ജോലി നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചാൽ ഈമാൻ ഉറപ്പുള്ള ആളുകൾ എന്താ പറയാ അറിയോ? ആ സ്ഥാപനത്തെ കണ്ടിട്ടൊന്നും പടച്ചോനെ സൃഷ്ടിച്ചിട്ടില്ല, അങ്ങനെ തന്നെയല്ലേ പറയാ. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ജീവിക്കാനുള്ളത് ഇവിടെ അല്ലെങ്കിൽ അവിടെ, അവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടെത്തുക, അന്വേഷിക്കുക, അങ്ങനെ അധ്വാനിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിറകോട്ട് പോകാൻ പാടില്ല. നമുക്കറിയാം ഈ പുതിയ കാലഘട്ടത്തിലെ ആളുകളിൽ പലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പലരും കൈ നനയാതെ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അധ്വാനിക്കാനും പണിയെടുക്കാനും അവർ തയ്യാറല്ല. മേത്ത് തട്ടണമെന്നും അവർക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ അധ്വാനിക്കാതെ വിയർപ്പൊലിപ്പിക്കാതെ എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കണം. ഇതാണ് പുതിയ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡും ചിന്തയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ പുതിയ ചില ആളുകളെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിലോ മറ്റോ ഒക്കെ പോയിട്ട് അവധാനതയോടുകൂടി കിട്ടുന്ന ശമ്പളത്തിൽ ക്ഷമയോടെ നിന്ന് അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കാനൊന്നും അവർക്ക് മനസ്സില്ല. പിന്നെ അവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ വന്ന ചില മാധ്യമങ്ങൾ, ചില സോഷ്യൽ മീഡിയയിലും മീഡിയ രംഗത്തൊക്കെ ചില വാർത്തകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ, ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കേട്ടു നിങ്ങൾ കണ്ടു നോക്കിയേ. ചെറുപ്പക്കാരികളും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും ലഹരിയുടെ ബിസിനസ്സിലേക്ക് പോവുകയാണ്. എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു, പിടിച്ച പല വാർത്തകൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാ? പുതിയ കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാല് അവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അതെങ്ങനെ വേണം? കൈ നനയാതെ മീൻ പിടിക്കും എന്ന് പറഞ്ഞതുപോലെ അധ്വാനിക്കാനും വിയർപ്പൊലിപ്പിക്കാനും റിസ്ക് എടുക്കാനൊന്നും വയ്യ. അത്തരം ധാരണകളൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നാണ്. ചില ആളുകളുണ്ട്, അവര് വൈറ്റ് കോളർ സംസ്കാരത്തിന്റെ ആൾ, അവരുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. ബ്ലൂ കോളർ എന്ന് മാറി വൈറ്റ് കോളറാണ്. ബ്ലൂ കോളർ എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ടൊക്കെ ഉണ്ടല്ലോ, എന്ത് പണിയും ചെയ്യും ആൾക്കാര്, കല്ലെടുക്കാനും മണ്ണെടുക്കാനും, മേത്ത് ചളിയായാലും കുഴപ്പമില്ല, അധ്വാനത്തിലൂടെ വിയർപ്പൊലിച്ച് സമ്പാദിച്ചവരാ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാരണവന്മാര്. ഇന്നങ്ങനെയല്ല എന്നല്ല പറയുന്നത് കേട്ടോ, അങ്ങനെയാണ്. അതാണ് ബ്ലൂ കോളർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ വൈറ്റ് കോളറിന്റെ ഒരു മെന്റാലിറ്റിയിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് എന്നതൊക്കെയാണ്, അതുപോലെ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ചേർന്ന പണി കിട്ടിയാലേ ഞാൻ ചെയ്യൂ, ഞാൻ പോകൂ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്ന് പറഞ്ഞാലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു അറബി കവിതയുണ്ട്, വലൗ കാനത്തിൽ അർസാഖു തജ്രി അലൽ ഹിജാബ്. ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഉപജീവനം കൊടുത്തിരുന്നതെങ്കിൽ, ഓരോരുത്തരുടെ ബുദ്ധി വിവരം നോക്കിയിട്ടാണ് അള്ളാഹ് റിസ്ക് കൊടുത്തിരുന്നതെങ്കിൽ, ഉപജീവനം കൊടുത്തിരുന്നത് എങ്കിൽ, ഹലക്കന ഇദം മിൻ ജഹ്ലിഹിന്നൽ ബഹായിമോ, ഈ വിവരമില്ലാത്ത മൃഗങ്ങളൊക്കെ എന്നോ പട്ടിണി കിടന്ന് നശിച്ചു പോകുകയായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയല്ല, ബുദ്ധിയുടെയും വിവരത്തിന്റെയും അടിസ്ഥാനത്തിലൊന്നും അല്ല. അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കുള്ളതൊക്കെ അല്ല അവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടേതായ സാഹചര്യങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തി അധ്വാനിച്ച് പണിയെടുത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞ വൈറ്റ് കോളർ മെന്റാലിറ്റി ഉണ്ടല്ലോ, ശാരീരികമായ അധ്വാനം കുറഞ്ഞത്, മാന്യമാണെന്ന് സമൂഹം കൽപ്പിക്കുന്നതുമായ ഓഫീസ് ജോലികളോടുള്ള അമിതമായ താല്പര്യം, മണ്ണിലിറങ്ങി ജോലി ചെയ്യാനോ കൈകൾ അഴുക്കാകുന്ന തരത്തിലുള്ള കഠിനമായ ശാരീരികമായ അധ്വാനം ആവശ്യമുള്ള ജോലികളോ ഒന്നും പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. മടിയാണ്, അലസതയാണ്.
ഇത്തരം ജോലികൾ നിലവാരം കുറഞ്ഞതാണ്, നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ആളുകൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ടോ AC ക്യാബിനിന്റെ അകത്തിരുന്നിട്ടോ ഒക്കെയുള്ള ജോലികളാണ് ഏറ്റവും നല്ല ജോലി എന്നൊക്കെ ഇത്തരം ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം എന്ത് വിചാരിക്കും? ആളുകൾ എന്താ വിചാരിക്കും? ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇന്ന പണിക്ക് പോയ ആളുകൾ എന്താ കരുതുക? അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പണിക്കും പോകാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കിയേ. 30-35 വയസ്സായിട്ടും ഇപ്പോഴും വാപ്പാന്റെയും ഉമ്മാന്റെയും ആശ്രയത്തിൽ കഴിയുന്ന ചെറുപ്പക്കാരുണ്ട്. എന്താ കാര്യം? പണിയില്ലാനിട്ടല്ല, ജോലിയില്ലാനിട്ടല്ല, പിന്നെ ഞാൻ പഠിച്ചതിനനുസരിച്ചിട്ടുള്ള ജോലി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്കാരെന്താ പറയാ? ഇങ്ങനൊരു ഈഗോ, ഇത്തരം ചില ചിന്താഗതികളൊക്കെ വെച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനായി കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും തന്നെ നമ്മൾ പഠിച്ച നമ്മുടെ പഠിപ്പിനും നമ്മുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ച ജോലിയെ ചെയ്യൂ എന്ന് നമ്മൾ ശഠിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബ് അനുവദിച്ചിട്ടുള്ള എന്ത് ജോലി നമുക്ക് ചെയ്യാം, അല്ലാഹ് അനുവദിച്ചിട്ടുള്ള എന്ത് ജോലി നമുക്ക് ചെയ്യാം. അത് ചെയ്യാനുള്ള തന്റെയും മനസ്സും നമുക്ക് ഉണ്ടാകണം. അങ്ങനെ അധ്വാനിക്കുന്നതിനെ, പണിയെടുക്കുന്നതിനെ, അത് കച്ചവടമാവട്ടെ എന്താവട്ടെ, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരെ, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പണിയെടുക്കണം, അലസരായിട്ട് ഇരിക്കരുത്, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്രവാചക വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ. ഒരാളെ കുറിച്ചാ പറഞ്ഞത്. ആരെ കുറിച്ചാണെന്നറിയോ? അത്താജിറു സുദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്ദിഖീന വശുഹദാ. ഒരാളെ കുറിച്ച് പറഞ്ഞത്, അവര് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവാചകന്മാർക്കൊപ്പം, സിദ്ദീഖീങ്ങൾക്കൊപ്പം, ശുഹദാക്കൾക്കൊപ്പമായിരിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ചില്ലറ വർത്തമാനമല്ല. ആരെ കുറിച്ച്? അത്താജിറു സുദൂഖുൽ അമീൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ. കണ്ടോ? സത്യസന്ധനായ കച്ചവടക്കാരൻ. കച്ചവടം എന്ന് പറഞ്ഞാൽ അത് പലചരക്ക് കട മാത്രമല്ല, ഫാൻസി കട മാത്രമല്ല, അല്ലെങ്കിൽ പച്ചക്കറി കട മാത്രമല്ല. എന്തൊക്കെ ബിസിനസ് ഉണ്ടോ, കച്ചവടം എന്നതിൽ എന്തൊക്കെ പെടുമോ അതൊക്കെ അതിൽ പെടും. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിനാ പറഞ്ഞതറിയോ? സാധാരണ കച്ചവടം നമുക്ക് ഓർമ്മ വരാതെ ഒരു കട നടത്തുന്ന ആളെ, ഒരു ഷോപ്പ് നടത്തുന്ന ആളെ. അത് മാത്രമല്ല, കച്ചവടത്തിന്റെ ഗണത്തിൽ എന്തൊക്കെ പെടുമോ ഹലാലായത് അതൊക്കെ അതിൽ പെടും. അപ്പൊ സത്യസന്ധവനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ, അവൻ സത്യസന്ധനായി കച്ചവടം ചെയ്തുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് കുടുംബം പോറ്റാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ എന്താ അള്ളാഹ് അവർക്ക് കൊടുക്കുന്ന പദവി? എന്താ? അവൻ നാളെ പരലോകത്ത് പ്രവാചകന്മാർക്കൊപ്പം, നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർക്കൊപ്പം, സത്യവാന്മാരായ സിദ്ദീഖീങ്ങൾക്കൊപ്പം, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പടവെട്ടി രക്തസാക്ഷികളായി സ്വർഗം നേടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾക്കൊപ്പമായിരിക്കും. ആര്? ഹജ്ജ് ചെയ്തവരെന്നല്ല, നോമ്പെടുത്തുന്നവരല്ല, ഉംറയ്ക്ക് പോയവരെന്നല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര നല്ലതല്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. അതൊക്കെ അതിൻ്റെതായ പുണ്യങ്ങളുണ്ട്. ആരെ കുറിച്ച് പറഞ്ഞു? സത്യസന്ധവനായ ഒരു കച്ചവടക്കാരനെ കുറിച്ചാണ് പറഞ്ഞത്. കണ്ടോ? അപ്പൊ എന്താണ് ഇസ്ലാമിന്റെ? അത് പ്രോത്സാഹനമാണ്. നിങ്ങൾക്ക് കഴിയുന്നത് പോലെയൊക്കെ നിങ്ങൾ ഇറങ്ങി ചെയ്യും. കണ്ടോ? പ്രോത്സാഹിപ്പിക്കണം അത്തരം ആളുകളെയൊക്കെ നമ്മൾ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കണ്ടുമുട്ടി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ പിടിച്ച് സലാം പറഞ്ഞ കൈകൾ ഇങ്ങനെ പിടിച്ചപ്പോ അതിങ്ങനെ കൈ പണിയെടുത്ത് ഇങ്ങനെ തയമ്പ് വന്നിരിക്കുകയാണ്. കയ്യിൽ ഭയങ്കര റഫ്, കൈ പിടിച്ച ഭയങ്കര റഫായിട്ട് അനുഭവപ്പെട്ടത്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈകൾ പിടിച്ച് ചുംബിച്ചിട്ട് അതിങ്ങനെ പൊക്കി പിടിച്ചു. എന്നിട്ട് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ട കൈയാണത്, കണ്ടോളീന്ന്. കണ്ടോ? ആരുടെ കയ്യാ? അധ്വാനിച്ച് പണിയെടുത്ത് കയ്യിൽ തയമ്പ് വന്ന് ആ കൈ പൊക്കിപ്പിടിച്ച് കാണിച്ചു കൊടുത്ത് ഉമ്മ വെച്ച് റസൂല് പറയാൻ, അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ട കൈകൾ കാണണമെങ്കിൽ ആ കണ്ടോളിയിൽ. ആരെ കുറിച്ച്? കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിച്ച, പണിയെടുത്ത് ജോലിയിൽ ഏർപ്പെടുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ നമുക്കൊരു പ്രോത്സാഹനം കൂടിയാകണം. പണിയെടുക്കുന്നവർക്ക് പ്രോത്സാഹനം കൂടിയാകണം. പണിയെടുക്കാത്തവർക്ക്, അലസന്മാരായി ഇരിക്കുന്നവർക്ക് പണി എടുക്കാനുള്ളൊരു മനസ്സ് വരണം. അതോടൊപ്പം കൃഷി ചെയ്യുന്നവർക്ക്, കച്ചവടം ചെയ്യുന്നവർക്ക്, മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവർക്ക്, രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് എഴുന്നേറ്റ് ഇറങ്ങിപ്പോകുന്നവർക്ക്, അങ്ങനെ ഉണ്ടല്ലോ.
ചില ആളുകളൊക്കെ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, രാത്രി 12 മണിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചെത്തുക. സ്വന്തം മക്കളെ കാണാൻ പോലും നേരെ സമയം കിട്ടാറില്ല. അങ്ങനെ പോകുന്നവർക്കൊക്കെ ഒരു വിഷമവും വേണ്ട. നിങ്ങളെ നിയ്യത്ത് കൃത്യമാണെങ്കിൽ ഇതാ ഈ പറഞ്ഞതൊക്കെ നിങ്ങളെ കുറിച്ച് തന്നെയാ, നമ്മളെ കുറിച്ച് തന്നെയാ. വണ്ടി ഓടിച്ച്, ഡ്രൈവർ പണിയെടുത്ത്, വാഹനം ഓടിച്ച്, സ്റ്റിയറിംഗ് പിടിച്ച് കൈകൾ തഴമ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ കുറിച്ചാണ് റസൂല് പറയുന്നത്. ഇതാ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന കൈ എന്ന് പറയുന്നത്. കൈക്കോട്ട് പിടിച്ച് നിങ്ങളെ കൈ തഴമ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാഹു റസൂലും ഇഷ്ടപ്പെട്ട കൈ എന്ന്. ഇങ്ങനെ ഏത് ജോലിയാവട്ടെ, അല്ല ഇഷ്ടപ്പെടുന്ന, അല്ല അനുവദിച്ചിട്ടുള്ള ഏത് ജോലിയും എടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവനെ കുറിച്ച് പറഞ്ഞതിന്റെ ഒരു പ്രതീകമാണ് റസൂൽ ഉയർത്തി കാണിച്ചത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവന്റെ കൈകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞു വന്നത്. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ച്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം അധ്വാനത്തിലൂടെ പണിയെടുത്ത് ജീവിക്കുന്നതാ. സ്വന്തം അധ്വാനത്തിലൂടെ പടച്ചറപ്പ് തന്ന ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി പണിയെടുത്തത് എത്ര ചെറുതാവട്ടെ, പണിയെടുത്ത് ജീവിച്ച് തിന്നണതാണ് ഏറ്റവും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. മാ അകല അഹദു തുആമൻ ഖത്തുൻ ഖൈറൻ മിൻ അയഅകുല മിൻ അമലിയദിഹി. ഒരാൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി തിന്നുന്നതിനേക്കാൾ ഉത്തമമായൊരു ഭക്ഷണവും ഒരാൾ കഴിച്ചിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആൾക്കാരും ഒരു കൈ നീട്ടി അവൻ തരോ, ഇവൻ തരോ, ഇക്കാക്ക തരോ, ജ്യേഷ്ഠൻ തരോ, വാപ്പ തരോ, അല്ലെങ്കിൽ ഉമ്മ സഹായിക്കോ, എളാപ്പ സഹായിക്കോ, അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായവും ആഗ്രഹിച്ച് ഒരു പണിക്കും പോകാതെ ഇങ്ങനെ കൈ നീട്ടി നടക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്? അവനവന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതാണ്. അങ്ങനെ തിന്നുന്നതിനേക്കാൾ ഉത്തമമായ ഒന്നും ഒരാളും കഴിക്കുന്നില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്നത്, അനുവദിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കാനല്ല ഇസ്ലാം പറയണത്. പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി പണിയെടുത്ത് ജീവിക്കാനാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങളിൽ ഒരാൾ ഒരു കയറെടുത്ത് വിറക് ശേഖരിച്ച് തന്റെ മുതുകിൽ ചുമന്നുകൊണ്ടുവന്ന് വിൽക്കുന്നത് ജനങ്ങളോട് ഇരക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ആളുകൾ നൽകിയാലും ഇല്ലെങ്കിലും ശരി. ഹദീസിലാണ്. അത് ആ കാലഘട്ടത്തിൽ വളരെ വർത്തമാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരാൾ വിറകെടുത്ത്, മുഴുവൻ വിറകൊക്കെ എടുത്തിട്ട് കുറച്ച് കാട്ടിപ്പോയി വിറകൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് മുതുകത്ത് തലയിലൊക്കെ വെച്ച് ഏറ്റി നടന്ന് കുറച്ച് റിസ്ക് എടുത്ത് ബുദ്ധിമുട്ടി അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതാണ് ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ആ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അങ്ങനെ പണിയെടുക്കുന്നവർക്കും ജോലി എടുക്കുന്നവർക്കൊക്കെ അല്പം കൂടി സന്തോഷം കിട്ടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നമിന ദുനൂബി ദുനൂബ. ഒരു വല്ലാത്ത ഹദീസാണത്. എന്തറിയോ? ഇന്നമിന ദുനൂബി ദുനൂബ. നേരെ കേട്ടോളി. ചില പാപങ്ങളുണ്ട്. മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ കൂട്ടത്തിലെ ചില തെറ്റുകളുണ്ട്. ലാ തുകഫിറുഹാ സ്വലാത്തു വല സ്വദഖത്തു വലൽ ഹജ്ജ്. നിങ്ങൾ ചെയ്യുന്ന നമസ്കാരമോ നിങ്ങളുടെ സ്വതക്കയോ നിങ്ങളുടെ ഹജ്ജോ ഒന്നും അതിന് പകരമാവില്ല, അതിന് പ്രായശ്ചിത്തമാകില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ കൂട്ടത്തിലെ ചില തെറ്റുകൾ, നിങ്ങൾ ഹജ്ജ് ചെയ്താലോ നമസ്കരിച്ചാലോ സ്വതക്ക കൊടുത്താലോ ആ തെറ്റുകളെല്ലാം പുറത്തു തരൂല. എന്താ പറഞ്ഞതറിയോ? എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഉപജീവന മാർഗം തേടിക്കൊണ്ട് പുറപ്പെടുന്ന ആ പോക്കുണ്ടല്ലോ, ഹദീസിൽ അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ ഉണ്ടല്ലോ, ആ വിഷമങ്ങൾ ആ പാപങ്ങളെ പുറത്തു ധരിക്കുന്ന. നോക്കി നിങ്ങൾ. അപ്പൊ പല ആളുകളും പറയാറുണ്ട് ജോലിയെ കുറിച്ച്, വല്ലാത്ത റിസ്ക് ആണ്, ഇടങ്ങേറാണ്, പ്രയാസാണ്, എന്തൊരു ഇങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പല ആളുകളും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളിൽ സംഭവിക്കുന്ന ചില തെറ്റുകളെ നമസ്കാരമോ സക്കാത്തോ ഹജ്ജോ ഒന്നും അത് വായിച്ചു കളയൂല. പിന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ ഉണ്ടല്ലോ, ആ വിഷമതകൾ നിങ്ങൾ അത്തരം ചില പാപങ്ങളെ പൊറുക്കാൻ സഹായകമാകും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നോക്കി നിങ്ങൾ, ഈ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണണം. അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ രാവിലെ പോണു വൈകുന്നേരം വീട്ടിൽ വരെ കുറെ പൈസ ഉണ്ടാക്കുക, അത് മാത്രമല്ല. ഇതിന് ഇത്തരം ഒരു മതകീയമായ ദീനീയപരമായ ഒരു വശം ഇതിനൊക്കെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ വമൻ ഖദ്ദ അലാ ഇയാലിഹി കാന കൽ മുജാഹിദി ഫീ സബീലില്ലാഹി അസ്സ വജൽ. തീർച്ചയായും തൊഴിൽ ചെയ്യുന്ന അധ്വാനിക്കുന്ന ഒരു അടിമയെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു.
ആരിനെ അള്ള ഇഷ്ടപ്പെടുന്നു? അള്ള ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പല ഹദീസുകളിലും. അങ്ങനെ പല വർത്തമാനങ്ങളുണ്ട്. ആ കൂട്ടത്തിലൊന്നും എന്താണെന്നറിയോ? ഒരു വിഭാഗത്തെ അള്ള ഇഷ്ടപ്പെടുന്നു. ആരെയാണ്? പണിയെടുക്കുന്ന തന്റെ അടിമയെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, ജോലിയെടുക്കുന്ന അടിമയെ അള്ള ഇഷ്ടപ്പെടുന്നു. എന്നിട്ടോ അതിന്റെ അവസാനം എന്താ അറിയോ? തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അതിനെ സാമ്യപ്പെടുത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെ, സമരം ചെയ്യുന്നവനെ പോലെയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രമാത്രം പ്രാധാന്യവും പരിഗണനയും അതിന് കൊടുത്തെന്തിനാണെന്നറിയോ? അതാ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ എങ്ങനെയൊക്കെ ഇസ്ലാം പറയണത്? മനുഷ്യരെ, നിങ്ങൾ മടിയന്മാരായിട്ട് ഇരിക്കാൻ പാടില്ല, അലസന്മാരായി ഇരിക്കാൻ പാടില്ല, മറ്റുള്ളവർ നോക്കും എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. പിന്നെ അധ്വാനിക്കണം, അധ്വാനശീലം നിങ്ങളിൽ ഉണ്ടാകണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം ഇങ്ങനെയൊക്കെ പ്രോത്സാഹനങ്ങൾ പ്രിയമുള്ളവരെ നൽകുന്നത്. ആരോഗ്യവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു തൊഴിലിനും പോകാതെ മറ്റുള്ളവരുടെ ചിലവിൽ കഴിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടുക എന്നത് അത്ര നല്ല കാര്യമായിട്ട് ഇസ്ലാം കാണും. ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ, ഒരു പണിക്കും പോകും, എന്നിട്ട് അപ്പുറത്ത് പോയി കടം മേടിക്കും, ഇപ്പുറത്ത് വന്ന് കടം മേടിക്കും, പിന്നെ അപ്പുറത്തുനിന്ന് മേടിക്കും, ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ കടം മേടിക്കുക. അങ്ങനെ ചില ആളുകളെ പണി തന്നെ അതാണ്, എന്ത്? കടം ചോദിച്ച് നടക്കലാണ്. അങ്ങനെ കുറെ ഒരു തരം ഉടായിപ്പായി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നല്ല ആരോഗ്യം, തടിയും തൻ്റെ ഇടയിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാരായിരിക്കും. എനിക്കറിയാം ചില ആളുകളെയൊക്കെ അങ്ങനെ പണിക്കും തൊഴിലൊന്നും പോകില്ല. എവിടെന്നാ കിട്ടാൻ നോക്കി ഇങ്ങനെ നടക്കുക. അല്ലല്ലോ മലട്ടും പ്രയാസവും പറഞ്ഞത്. അങ്ങനെയല്ല. എന്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? ഒരിക്കൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന് ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങും, പ്രതിജ്ഞ വാങ്ങും. ഇസ്ലാം സ്വീകരിക്കുമ്പോ പ്രതിജ്ഞ വാങ്ങും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രതിജ്ഞ വാങ്ങിയപ്പോ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച ഒരു ഡിമാൻഡ് എന്താ അറിയോ? ലാ തസ്അലിന്നാസ ശൈഅ, ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്നാണ്. നോക്കിയേ, ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന് എന്നുവെച്ചാൽ എന്തെങ്കിലും സഹായം ചോദിക്കരുത് എന്നല്ല കേട്ടോ. പിന്നെ യാചന, അതാണ് ഉദ്ദേശിച്ചത്. ഒരു പണിക്കും തൊഴിലിനും പോകാതെ ആളുകളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു നടക്കുന്ന ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങളൊരു പുതിയ അവസ്ഥയിലേക്ക് വരികയാണ്. ഇസ്ലാമിന്റെ ആളായി മാറാൻ ശ്രമിക്കുക. ഇനി കഴിഞ്ഞതൊക്കെ അങ്ങനെ പോട്ടെ, ഇസ്ലാമിന്റെ ആളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെ അലസരായിട്ട് ഇരിക്കാൻ പാടില്ല. മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മടിയന്മാരെ നടക്കരുത് എന്നാ. ചരിത്രം എന്താ പറയണെന്നറിയോ? ഈ പ്രതിജ്ഞ എടുത്ത സ്വഹാബികൾ ഇത് എത്രത്തോളം അതിനെ പാലിച്ചു എന്ന് ചോദിച്ചാൽ, അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ തന്റെ കയ്യിലെ ചാട്ടവാറ് നിലത്ത് വീണാൽ അത് എടുത്തു തരാൻ പോലും മറ്റുള്ളവരോട് ആവശ്യപ്പെടാൻ അവർ മടി കാണിക്കുമായിരുന്നു എന്നാണ്. ശരിക്കും റസൂൽ പറഞ്ഞതല്ല, അതോടെ ഇങ്ങനെ യാഴ്ച നടക്കരുത്, പണിക്ക് പോകണം എന്നാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ അത് എത്രത്തോളം അവർ പാലിച്ചു. ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ തന്റെ ചാട്ടവാറെങ്ങാനും നിലത്ത് വീണാൽ നടക്കുന്നവരോട് അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ വരെ അവർ മടിച്ചിരുന്നു. അത്രത്തോളം ആ കൽപ്പന അവർ ജീവിതത്തിൽ പാലിച്ചു എന്നാ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരിക്കൽ സഹായം ചോദിച്ചു വന്ന ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തൊരു മാതൃകയുണ്ട്. എന്താണെന്നറിയോ? അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ് നബിന്റെ മുമ്പിൽ സഹായം ചോദിച്ചു വരികയാണ്. സഹായം ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും എടുത്ത് തിരിച്ചുവിടല്ല ചെയ്ത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റും, അപ്പൊ ഇടപെടുക വേണ്ടത്, അല്ലാണ്ട് എന്തെങ്കിലും 10, 50, 100 കൊടുത്ത് വിടല്ല വേണ്ടത് അത്തരം ആളുകളാണെങ്കിൽ. അപ്പൊ ഒരാൾ വന്നിട്ട് സഹായം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചു. അപ്പോ എന്തോ ഒരു പാത്രം, ഒരു പുതപ്പുണ്ട് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ആ സാധനം ലേലത്തിന് വെച്ച് റസൂൽ വിറ്റു. അങ്ങനെ അത് വിറ്റ് കിട്ടിയ പൈസയിലെ കുറച്ച് പൈസ അയാളെ കൈ കൊടുത്തു വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ. ബാക്കി പണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടൊരു മഴു വാങ്ങുകയും അതിനൊരു മരത്തിന്റെ പിടി ഉറപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് പോയി വിറക് വെട്ടിയിട്ട് ജീവിക്കുക പറഞ്ഞേ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വിറകൊക്കെ വെട്ടി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി റസൂൽ മുമ്പിൽ വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞൊരു വർത്താനം എന്താ അറിയാം? ഹാദാ ഖൈറുൽ ലക മിൻ അൻ തജിഅൽ മസ്അല, ഇതാണ് നിനക്ക് നല്ലത്. നാളെ ഖിയാമത്ത് നാളിൽ ആളുകളോട് ഇങ്ങനെ ചോദിച്ച് നടന്നതിന്റെ ഒരു കറുത്ത അടയാളവുമായിട്ട് വരുന്നതിനേക്കാൾ
നിനക്ക് നല്ലതെന്താ? ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഉപദേശിച്ച് അങ്ങനെ പ്രാവർത്തിക രൂപം കാണിച്ചു കൊടുത്ത് മുന്നോട്ട് വിടുക ചെയ്തത് കണ്ടോ. അപ്പൊ അധ്വാനം എന്ന് പറയുന്നത്, പണിയെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതൊരു ആരാധനയായി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടും ഒരു എന്താ പറയുക നല്ല മനസ്സൊക്കെ ഉണ്ടാവും. അത് തൊഴിലായിട്ട് കാണാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ അതൊരു ഇബാദത്തായിട്ട് ചെയ്യുമ്പോൾ മടുപ്പ് തോന്നുക എന്നാണ് ഈ പറയുന്ന അർത്ഥം. ഈ അധ്വാന പരിശ്രമങ്ങളെ മുൻഗാമികളൊക്കെ എത്രത്തോളം ഗൗരവത്തിലെടുത്തു എന്നറിയാൻ ഉമർ അല്ലാഹുവിന്റെ ഒരു വചനമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഉമർ അല്ലാഹുവിൻ ഒരിക്കൽ പറയുന്ന വർത്താനം, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തിനു ശേഷം മരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഏതെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് ഇങ്ങനെ മലകൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നാണ്. മനസ്സിലായില്ല? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുക അത് വലിയ കാര്യമാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണ്? ഞാൻ ജീവിക്കാനുള്ള വിഭവം തേടി അധ്വാനത്തിൽ ഏർപ്പെട്ട് നടക്കുന്ന സമയം മരിക്കുന്നതിനെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് ഉമർ അല്ലാഹുവിന് പറഞ്ഞത് കാണാൻ കഴിയും. കാരണം എന്താ? അത് അത്രയും ഗൗരവമാണ്. അധ്വാനിക്കുക, പണിയെടുക്കുക, ജോലി എടുക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം മഹത്തരമായ ഒരു ഇബാദത്തായത് കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ചിന്തിച്ചതും അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്ന വർത്തമാനമുണ്ട്, തലബുക സിബിൽ ഹലാലി ഫരീദത്തുൻ ബഅദൽ ഫരീദ. ഹലാലായ സമ്പാദ്യം തേടുക എന്ന് പറയുന്നത് നിർബന്ധ ബാധ്യതയ്ക്ക് ശേഷമുള്ള മറ്റൊരു നിർബന്ധ ബാധ്യതയാണെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിങ്ങളെ ഫർദ് എന്താ അറിയോ? കുടുംബത്തിന് വേണ്ടി ജോലി എടുക്കുക, അധ്വാനിക്കുക എന്നാ പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞൊരു അർത്ഥം. അപ്പൊ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ അലസന്മാരായി മടിയന്മാരായി അങ്ങനെ ഇരിക്കാതെ തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം, സാധിക്കണം. ഇനി ചില ആളുകൾ പറയാറുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ അല്ല വരുമാനമുള്ള ആളുകളായിരിക്കും, എന്നാലും വെറുതെ ഇരിക്കരുതെന്നേ. എന്നാലും വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കാരണം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ജോലിയിലും പണികളിലൊക്കെ ഏർപ്പെടുന്നതെങ്കിൽ നമസ്കാരം പോലെ നോമ്പ് പോലെ അതൊരു ഇബാദത്താണെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രിയമുള്ളവരെ, മെയ് ദിനം ഇന്ന് തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മെയ് 1. ഞാൻ അതുകൊണ്ട് അത്തരമൊരു വിഷയം തിരഞ്ഞെടുത്തത്. മെയ് ദിനം അത് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ലോകം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തൊഴിലാളി ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? തൊഴിലാളിയോട്, തൊഴിൽ എടുപ്പിക്കുന്നവനോട് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വശമാണല്ലോ നമ്മൾ പറയുക. ഒരു തൊഴിലാളി ദിനത്തിൽ രണ്ടു കൂട്ടർ മനസ്സിലാക്കണം. തൊഴിലാളികൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ തൊഴിലെടുപ്പിക്കുന്ന മുതലാളിമാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, മുതലാളി നമ്മൾ ഉദ്ദേശിച്ചത് പണക്കാരനെന്നല്ല കേട്ടോ, പിന്നെ തൊഴിലെടുപ്പിക്കുന്ന ആളുകളാണ്. നിങ്ങളെ വീട്ടിൽ തെങ്ങുംചോട് കളക്കാൻ നിങ്ങൾ ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പം മുതലാളിയാണല്ലോ, അതാ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ തൊഴിലാളിയും തൊഴിലെടുപ്പിക്കുന്നവരും മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മിൽ പലരും ഏതെങ്കിലും ജോലി ചെയ്യുന്നവരോ ചെയ്യിപ്പിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. ഈ രംഗത്ത് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എന്താ? അത് നമ്മൾ പഠിക്കണം, അത് പ്രാവർത്തികമാക്കണം. നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട്, അവകാശങ്ങളുണ്ട്. പക്ഷെ അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുക. ബാധ്യതകളൊക്കെ മറക്കുക ചെയ്യുക പലപ്പോഴും. ഇങ്ങോട്ട് കിട്ടാനുള്ളത്, കൈക്കോട്ടിന്റെ സ്വഭാവം എന്ന് പറയും നാടൻ ഭാഷയിൽ, ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ നല്ല ഓർമ്മ, അങ്ങോട്ട് കൊടുക്കാനൊന്നും ഉണ്ടാകൂല. അങ്ങനെയല്ല, രണ്ടുണ്ട്. ഇങ്ങോട്ട് കിട്ടാനുള്ള അവകാശങ്ങളുള്ളതോടൊപ്പം തന്നെ പലതും അങ്ങോട്ട് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ മെയ് ദിനത്തില്, മെയ് 1-ാം തീയതി പിന്നെ ഈ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാനുള്ള പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയുമായിരിക്കാം, വിശദീകരിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ പിന്നെ തൊഴിലാളികൾ അന്നത്തെ അവസ്ഥ, കൃത്യമായ സമയമൊന്നും ഉണ്ടായിരുന്നില്ല ജോലിക്ക്. 12-16 മണിക്കൂറുകൾ ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലൊക്കെയാണ് അമേരിക്കയിൽ ഷിക്കാഗോയിൽ ഒരു വലിയ തൊഴിലാളി പ്രക്ഷോഭം നടക്കുന്നത്. അതിന്റെ ഭാഗമായി കൂട്ടക്കൊലകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് തൊഴിലാളി ദിനം എന്ന് പറയുന്ന ദിവസമൊക്കെ ലോകം ആചരിക്കാൻ തുടങ്ങിയത്. എന്തായിരുന്നാലും തൊഴിലാളിയോട് ഏറ്റവും നീതിയോടെ പെരുമാറണം എന്ന ഇസ്ലാമിന്റെ നിയമം. അവരുടെ കൂലി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നത് അള്ളാഹുവോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു തൊഴിലാളിയെ, നിങ്ങൾ വീട്ടിലൊരാളെ, കടയിൽ, സ്ഥാപനത്തിൽ ഒരാളെ നിങ്ങൾ ജോലിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ
പണിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണം എന്നാ. ഇത് തൊഴിൽ എടുപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കൂലിക്ക് വിളിച്ചാൽ പറഞ്ഞതാണ്, നബി പറയാണ്, നിങ്ങൾ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണ്, പണിയെടുക്കാൻ വിളിക്കുകയാണെങ്കിൽ അവന്റെ കൂലി നിങ്ങൾ നേരത്തെ അറിയിക്കണം. കൂലി നിശ്ചയിക്കാതെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ഒന്ന് കേൾപ്പിച്ചു പോകുകയാണ്. അപ്പൊ ഒന്നതാണ്, തൊഴിലാളികളോട് നീതിയോടെ പെരുമാറണം. അവരുടെ വേർപ്പ് പറ്റു മുമ്പ് കൂലി കൊടുക്കണം. അല്ലെ, നമ്മളെ ചില ആളുകൾക്ക് ചെയ്യുന്ന രീതി എന്താ അറിയോ? ഇപ്പൊ ഈ വീട്ടില് തൊടിയില് അങ്ങനെയൊക്കെ പണിക്കൊക്കെ വിളിക്കുമ്പോഴേ പൊതുവെ ഇപ്പൊ അങ്ങനെ പണിക്കാരെ കിട്ടാൻ പ്രയാസം. അപ്പൊ 2-3 ദിവസം പണിയൊക്കെ ഉണ്ടെങ്കിൽ കുറെ ദിവസം വിളിച്ചിട്ട് ഒരാൾ പണിക്ക് വന്നെന്ന് വിചാരിച്ചോളി. അങ്ങനെ ഇയാളന്ന് വൈകുന്നേരമാണ് പണിയെടുത്ത മുഴുവൻ പണം കൊടുക്കൂല, കുറച്ചാടെ പിടിച്ചു വെക്കും. എന്തിനാ? നാളെ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മഹാ തെറ്റാണ് ചെയ്യുന്നത്. തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങും മുമ്പ് അവന്റെ കൂലി കൊടുക്കണം എന്നാണ്. അപ്പൊ ഒന്ന് അങ്ങനെ. മറ്റൊന്ന്, തൊഴിലാളികളെ നമ്മുടെ സഹോദരന്മാരായിട്ട് കാണണം എന്നാ. തൊഴിലാളികളെ വീട്ടിലാവട്ടെ ജോലി സ്ഥലം എവിടെ ആവട്ടെ, തൊഴിലെടുക്കാൻ വരുന്ന പണിക്കാരനെ, തൊഴിലാളികളെ തൊഴിലെടുപ്പിക്കുന്നവൻ അവന്റെ സഹോദരനായിട്ട് കാണണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകളെ കുറിച്ച് പറയാണ്, ഫക്രമൂഹും കറാമത്തി ഔലാദിക്കും, നിങ്ങൾ നിങ്ങളെ മക്കളെ പരിഗണിക്കണ പോലെ അവരെ പരിഗണിക്കണം എന്നാ. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ. അങ്ങനെ വീട്ടില് വേലക്കാരികളോ സെർവന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ മുമ്പൊരു ഖുതുബയിൽ പറഞ്ഞതുപോലെ പല ആളുകളും വീട്ടിൽ പണിക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വെച്ചിട്ട് അറിയാം. ആ വർക്ക് ഏരിയന്റെ പുറത്ത്, സിറ്റ് ഔട്ടിന്റെ പുറത്ത് കണ്ടോ? എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? നിങ്ങൾ സ്വന്തം സഹോദരങ്ങൾ പോലെ അവര് പരിഗണിക്കണം. നിങ്ങളുടെ വീട്ടിലെ മക്കളെ നിങ്ങൾ പരിഗണിക്കും പോലെ നിങ്ങളുടെ ഒപ്പം പണിക്ക് വരുന്നവരെ നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫിനെ, നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ, വീട്ടിൽ ജോലിക്ക് വരുന്നവനെ സ്വന്തം മക്കളെ പരിഗണിക്കണ പോലെ പരിഗണിക്കണം എന്നാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ അമിത ഭാരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ അമിത ഭാരം നിന്റെ തൊഴിലാളിക്ക് നീ കൊടുക്കുകയാണെങ്കിൽ നീ കൂടി കൊടുക്കണം. ഒരാശ്വാസമായിട്ട്. ഇതെപ്പോഴാ പറഞ്ഞറിയോ? ഇതെപ്പോഴാ ലേബർ നിയമം വന്നപ്പോഴുള്ള നിയമമല്ലത്. 10,450 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞ വർത്താനാണ്. പിന്നെ ആരുടെയെങ്കിലും കീഴിൽ പണിക്കാരുണ്ടെങ്കിൽ അവൻ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവനെ ഭക്ഷിപ്പിക്കണം, അവൻ ധരിക്കുന്നതിൽ നിന്ന് അവനെ ധരിപ്പിക്കണം. എന്താണോ നിങ്ങൾ തിന്നണത് അവർക്ക് കൊടുക്കണം, എന്താണോ നിങ്ങൾ ധരിക്കുന്നത് അവർക്ക് കൊടുക്കണം. ആണോ? വല്ലാത്ത വർത്തമാനങ്ങളാണ് ഈ പറയുന്നത്. റസൂൽ പറയാ, 3 വിഭാഗം ആളുകളെ അന്ത്യദിനത്തിൽ അല്ലാഹു സാക്ഷിയാക്കുന്ന 3 വിഭാഗം ആളുകളെ പരലോകത്ത് അല്ലാഹു സാക്ഷിയാക്കും. അതിലൊന്ന് ആരാന്നറിയോ? തൊഴിലാളിയെ ജോലിക്ക് വെക്കുകയും അവനിൽ നിന്ന് പണി പൂർത്തിയാക്കി വാങ്ങുകയും കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യാം. പറഞ്ഞ പണിക്ക് ഫുള്ള് എടുപ്പിച്ചു. 5 മണിക്കാ പണി മാറ്റണമെങ്കിൽ 5:45 വരെ പണി എടുപ്പിച്ചു. എന്നിട്ട് കൊടുക്കേണ്ട കൂലി പൂർണ്ണമായിട്ടും കൊടുക്കാത്തവരെ നാളെ സാക്ഷിയായിട്ട് അല്ലാഹു അവിടെ കൊണ്ടുവരുന്നു. അതൊക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളാ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ തൊഴിലാളി ദിനത്തിൽ. എന്തുകൊണ്ടാ ചില മുതലാളിമാരും ചില തൊഴിലാളിമാർ രക്ഷപ്പെടാത്തെന്ന് അറിയോ? അതുമാണല്ലോ പറയാൻ. ചില തൊഴിലാളികൾ അവർ 5 മണിക്കൂർ ജോലി ചെയ്തിട്ട് 10 മണിക്കൂറിന്റെ കാശ് വാങ്ങും. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ചില മുതലാളിമാർ അവരുടെ തൊഴിലാളികളെ കൊണ്ട് 12 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കും, 6 മണിക്കൂറിന്റെ കാശ് പോലും കൊടുക്കൂല. കണ്ടോ? എന്നിട്ട് 2 കൂട്ടരും പറയും ബർക്കത്തില്ല. എങ്ങനെ ബർക്കത്ത് കിട്ടുക? ഒരുത്തം പറ്റിക്കുക, രണ്ടാളും പറ്റിക്കലാണ്. പിന്നെ എങ്ങനെ ബർക്കത്ത് ഉണ്ടാകുക? അപ്പൊ ഇവിടൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയണം. തൊഴിൽ മേഖല എന്ന് പറയുന്നത് വലിയ ചൂഷണ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുഭവം പറഞ്ഞത്, ഒരു ടെക്സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്ന, തുണി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞ അനുഭവം, കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ചെയറിൽ ഒന്ന് ഇരിക്കാൻ പോലും മുതലാളി സമ്മതിക്കൂല. നോക്കൂ നിങ്ങൾ, എന്ത് കാടത്തരമാണത്. കസ്റ്റമേഴ്സ് ആരും വന്നിട്ടില്ല, വരുന്നില്ല, റെസ്റ്റാണ്, തിരക്കൊഴിഞ്ഞ സമയ, എന്നാ പോലും ആ കസേരയിലോ സ്റ്റൂളിലോ ഇരിക്കാൻ പോലും ഓണർ സമ്മതിക്കൂല. എത്രയോ ഹോസ്പിറ്റലുകളില്ലേ ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങളോളം എടുത്ത് പഠിച്ച നഴ്സുമാര്, ആ നഴ്സുമാരായ കുട്ടികളെ കൊണ്ട് 10ഉം 12ഉം 13 മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിച്ചിട്ട് മാന്യമായി ശമ്പളം കൊടുക്കാത്ത എത്ര ആശുപത്രികളുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാ, വാർത്തകളിൽ കാണുന്ന കാര്യങ്ങളാ. ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. അങ്ങനെ തൊഴിലെടുപ്പിക്കുന്നവർ എന്റെ മുമ്പിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് മറുപടി പറയേണ്ടി വരുമോ എന്ന് ഗൗരവത്തോടെ ആലോചിക്കാം.
അതേസമയം തൊഴിലെടുക്കുന്ന ആളുകളോട് ചില നിർദ്ദേശങ്ങളുണ്ട്. അതെന്താ? ഒന്ന്, തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു ജോലി ഏൽപ്പിച്ചാൽ, ജോലി ഏൽപ്പിക്കുമ്പോ അതിന് പണം തരുമ്പോ, ശമ്പളം തരുമ്പോ അത് സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ചെയ്യണം. സത്യസന്ധമായി ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം. തൊഴിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് ഭംഗിയാക്കി ചെയ്യുക എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരാൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ പെർഫെക്ഷനോടുകൂടി അത് ചെയ്യണമെന്നാ, അത് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോ ഒരാൾ നമ്മളൊരു പണി ഏൽപ്പിക്കുമ്പോൾ, ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ, അത് എന്ത് ജോലി ആവട്ടെ, അത് വളരെ ആത്മാർത്ഥമായി വൃത്തിയും വെടുപ്പോടെ നമ്മൾ ചെയ്യാം. ജോലിയിൽ വഞ്ചന പാടില്ല, ജോലി അമാനത്ത്, അതിൽ വഞ്ചന പാടില്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥത വേണം, വിശ്വസ്തത വേണം. പണി എടുപ്പിക്കുന്നവനെ ചതിക്കാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് ഈ തൊഴിൽ ദിനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തൊഴിലാളികളോട്, തൊഴിലെടുപ്പിക്കുന്നവരോട് ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാമിനേതായിട്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കുട്ടികളെ, അധ്വാനിക്കുന്നവന്റെ കൈകളെ ചുംബിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. തന്റെ കൈപ്പണം കൊണ്ട് അധ്വാനിക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു ധാരാളം. നാം നമ്മുടെ ജോലി സ്ഥലത്തൊടുക്കുന്ന ഓരോ തുള്ളി വിയർപ്പും അള്ളാഹുവിന്റെ വഴിയിലെ പുണ്യമാണ്. അതുകൊണ്ട് തൊഴിലിനെ, പണിയെ, ജോലിയെ, അധ്വാനത്തെ ഒരു ആരാധനയായിട്ട് കാണുക. തൊഴിലാളിയുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേതനം നൽകുന്ന ഉത്തമരായ ഉടമകളാകാൻ, ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുന്ന വിശ്വസ്തരായ തൊഴിലാളികളാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അധ്വാനത്തിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ മറ്റു സംവിധാനങ്ങളിലൊക്കെ ഹൈറും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.